hypermarket, exceeding expectations. കേരളത്തിലെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നും സുരേഷ് ഗോപി തിരുനാവായ മഹാമാഘവേദിയിൽ ഗണപതി ഹോമ പൂജകളിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാഘമഹോത്സവം ഫെബ്രുവരി 3-ന് അവസാനിക്കും. സമസ്ത മംഗളങ്ങൾ ഭവിക്കുവാനും എല്ലാവിധ വിഘ്നങ്ങളും നീങ്ങുവാനും ഗണപതി ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പുഷ്പം ദൃഷ്ടിക്കൊഴിഞ്ഞ് ഈ ഗണപതി വിഗ്രഹത്തിന്റെ പുഷ്പം എല്ലാവരുടെ കയ്യിലും പുഷ്പം പഠനം കൊണ്ട് കേരളത്തിനുള്ള വരുമാനം എത്രയാണ്? അത് രാജ്യത്തിന്റെ വരുമാനം തന്നെയായാണ് മാറുന്നത്. അതുപോലെ ഒരു ആധ്യാത്മിക എന്നോട് ചോദിച്ചാൽ ഞാനിപ്പം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയും. പക്ഷെ എന്റെ മുൻഗാമികൾ തന്നെ ഇത് പണ്ട് ദീർഘവീക്ഷണത്തിലൂടെ പറഞ്ഞതാണ്. There is tourism attached to spiritualism. Spiritual tourism എന്ന് പറയുന്ന ഒരു ടാഗിൽ പെടുത്താവുന്ന വലിയ എക്കോണമിയിലെ വലിയ ഒരു പങ്ക് വഹിക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി സംഭാവന കൂടി ഈ കുംഭമേളയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് UP നടന്ന 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭ പ്രയാഗ്രാജിൽ നടന്നു. എത്ര കോടിയാണ്, എത്ര 1000 കോടി രൂപയാണ്. അതൊക്കെ ഒരുപക്ഷെ UPയിലെ ഭരണത്തിന്റെ മികവിൽ എത്രമാത്രം ആ കോടികൾ വന്നു ജനങ്ങളുടെ നന്മയ്ക്ക്. അവിടെ പിന്നെ ജാതി മതമൊന്നുമില്ല, ജനതയ്ക്കാണ് ഭവിക്കുന്നത്. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ വെറും ആചാരവും ആദരവും ആധ്യാത്മികതയും അല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് സംഭാവന ചെയ്യുന്ന മഹാപ്രസ്ഥാനങ്ങളായി മാറണമെന്ന് മാത്രം ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഇന്നത്തെ ഒരു ഗണപതി ഹോമത്തിലൂടെ ഇതിൽ പങ്കാളിയാവാനും വേണ്ടിയാണ് ഞാൻ വന്നത് എന്നത് അവസാനം പറയേണ്ട കാര്യമാണ്. വന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ഒരു ദിവസം ഭക്തജനങ്ങളും ഇതിലെ കൗതുകം, ഇതിൽ നിന്ന് കൗതുകം ഉണർന്ന് വരുന്ന ഒരു സമൂഹം. തിരുനാവായയിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേള ആഘോഷമായ മഹാമാഘ മഹോത്സവ വേദിയിൽ ഗണപതി ഹോമ പൂജകളിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുന്നതിനിടെയാണ് ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. രാവിലെ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യമൃത പ്രാണ, സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവരായിരുന്നു നേതൃത്വം നൽകിയത്. ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുനാവായയിൽ ഇത്തരമൊരു കുംഭമേളയും അതിനോടനുബന്ധിച്ചുള്ള നദീപൂജകളും വീണ്ടും സജീവമാകുന്നത്. നൂറുകണക്കിന് വിശ്വാസികളാണ് ദിവസവും തിരുനാവായയിൽ നടക്കുന്ന മാഘമഹോത്സവത്തിൽ പങ്കുചേരാനായി എത്തുന്നത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.